നമസ്കാരം. കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂട്ടത്തോടു കൂടിയാണ് വരുന്നത് എന്നാണ് പഴമക്കാർ പറയുന്നത്. അത് വളരെ ശരിയാണെന്ന് ഇപ്പോൾ CPMൻ്റെ നേതാക്കളുടെയും ഒക്കെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. ഈ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിൽ നാണം കെട്ട് നാറി നിൽക്കുന്നതിനിടയിലാണ് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ നിയമ നടപടികളുമായി ED മുന്നോട്ട് പോകുന്നത്. 26 CPM ഗുണ്ടകൾ ഇപ്പോൾ ജയിലിലാണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നമ്മുടെ കുംഭമേള വൈറൽ താരം, ആ പെൺകുട്ടിയുടെ വിവാഹം തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തി കൊടുത്തത് AR റഹീമും ശിവൻകുട്ടിയും MV ഗോവിന്ദനും അടക്കമുള്ള CPM നേതാക്കളായിരുന്നു. അത് പിന്നീട് വലിയ വിവാദമായി. ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് ആ പെൺകുട്ടിയുടെ പിതാവ് തന്നെ പരാതി നൽകി. ഇതിനെതിരെ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തു. ഈ കുട്ടിയെ വിവാഹം കഴിച്ച ഫർമാൻ ഖാൻ എന്ന ഉത്തർപ്രദേശുകാരനായ യുവാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. മധ്യപ്രദേശ് പോലീസ് കേസെടുത്തതോടെ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫർമാൻ ഖാൻ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് മധ്യപ്രദേശ് സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇന്ന് കേരള ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നും ഈ കേസിലെ പ്രതി ഫർമാൻ ഖാൻ മാത്രമാണെന്നുമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമ നടപടികൾ മധ്യപ്രദേശിൽ തന്നെ നേരിടണം. അതുകൊണ്ട് ഇവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചത്. എന്നാൽ പെൺകുട്ടി പറയുന്നത് മറ്റൊന്നാണ്. തങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെന്നും തങ്ങൾ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള രേഖകൾ സർക്കാരിൻ്റെ അറിവോടുകൂടി, മധ്യപ്രദേശ് സർക്കാരിൻ്റെ അറിവോടുകൂടി കൃത്രിമമായി ചമച്ചതാണ് എന്നുമാണ്. എന്ന് മാത്രമല്ല, തങ്ങളെ മധ്യപ്രദേശിലേക്ക് വിട്ടുകൊടുത്താൽ അവിടെ ദുരഭിമാനക്കൊല നടത്താനും സാധ്യതയുണ്ട്, തങ്ങൾ അതിന് ഇരയാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ പെൺകുട്ടി കേരള ഹൈക്കോടതിയിൽ ഇന്ന് ബോധിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് കേരള ഹൈക്കോടതി വഴങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിനെ പ്രതിനിധീകരിച്ചാണ് ഒരു അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഫർമാൻ ഖാൻ മാത്രമായിരിക്കും ഈ കേസിലെ പ്രതി. അയാൾ എന്തായാലും അവിടെ വിചാരണ നേരിടണം. അതിനുവേണ്ടി നാളെയാണ് ഈ കേസിൽ ഒരു വിധി പുറപ്പെടുവിക്കാനായി ഹൈക്കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പെട്ടുപോകുന്ന 3 പേരുണ്ട്. ആ 3 പേരാണ് V ശിവൻകുട്ടിയും AR റഹീമും MV ഗോവിന്ദനും. ഇവർക്കൊക്കെ ഇതിൻ്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം അണികൾ തന്നെ ഉയർത്തുന്നുണ്ട്. അന്ന് വലിയ ഒരു ഓളം സൃഷ്ടിക്കാനാണ്, അല്ലെങ്കിൽ തങ്ങൾ ന്യൂനപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരാണ്, തങ്ങൾ ഇത്തരം മിശ്ര വിഭാഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു നാടകം മാത്രമായിരുന്നു ഈ MV ഗോവിന്ദനൊക്കെ അന്ന് കാണിച്ചു കൂട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ V മുരളീധരനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയോ ഇങ്ങനെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാക്കൾ ഇത്തരത്തിലുള്ള ഒരു പിറപ്പുകേടിന് കൂട്ടുനിൽക്കുമോ? ആരും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി പോവുകയില്ല. പക്ഷേ അവിടെയാണ് ഈ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വലിഞ്ഞു കയറി ചെന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അതിൻ്റെ രേഖകളൊക്കെ മധ്യപ്രദേശ് സർക്കാർ കോടതിയിൽ ബോധിപ്പിച്ചാലുടൻ തന്നെ അതിൻ്റെ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് നീങ്ങും. എന്ന് മാത്രമല്ല, SC/ST അട്രോസിറ്റീസ് ആക്ട് കൂടി ഈ ഫർമാൻ ഖാനെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരു അംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധനം കൂടി ഇവർക്കെതിരെ ഈ ഫർമാൻ ഖാനെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്ന് ഇതൊക്കെ വലിയ വിവാദമായെങ്കിലും ഗോവിന്ദനൊക്കെ ഓരോ വരട്ടുന്യായങ്ങൾ പറഞ്ഞ് കൈ കഴുകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പക്ഷേ ഇനി എന്തായാലും അത് വിലപ്പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഫർമാൻ ഖാൻ മാത്രമാണ് ഈ കേസിലെ പ്രതിയെന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്രദേശ് സർക്കാർ കോടതിയിൽ, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ വാദം പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി എന്തായാലും കൂടുതൽ നിയമ നടപടികളുമായി ഈ പെൺകുട്ടിയുടെ അച്ഛനൊക്കെ പോകേണ്ടി വന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് ഗോവിന്ദനടക്കമുള്ള നേതാക്കൾ നേരിടേണ്ടി വരും. കാരണം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് ഞങ്ങളുടെ മകളെ ഇവിടെ ഈ കുരുക്കിൽ കൊണ്ട് ചാടിച്ചത്, ഈ വിവാഹം കഴിപ്പിച്ചയച്ചത് എന്നൊക്കെ ആ പെൺകുട്ടിയുടെ അച്ഛന് വേണമെങ്കിൽ വാദിക്കാം. അങ്ങനെയൊക്കെ ഒരു പരാതി നൽകിയാൽ പോലും അത് ഗോവിന്ദനൊക്കെ കുരുക്കായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിലൊരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അത് ഗോവിന്ദനെയും AR റഹീമിനെയും ശിവൻകുട്ടിയെയും ഒന്നും ബാധിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വലിഞ്ഞു കയറി തലയിട്ട് വാങ്ങിച്ച പണിയാണ്. അത് അനുഭവിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. പക്ഷേ ഒരു വശത്ത് ED വടംവലി നടത്തുന്നു. അതായത് V ശിവൻകുട്ടിയെയും മറ്റും വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൂടി പങ്കാളികളായ ആക്രമണ കേസിൽ അവരെ കൂടി കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അവിടെയാണ് MV ഗോവിന്ദനുണ്ട്, V ശിവൻകുട്ടിയുണ്ട്, AR റഹീമുണ്ട്. ഈ സംഭവത്തിലും ഇവർ 3 പേരുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ പങ്കിട്ട് ആർക്ക് കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും CPMനെയും CPM നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല കാലമാണ് എന്ന് പറയേണ്ടി വരും.
ഇനി എന്താണ് തുടർ നടപടി എന്നുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.